ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവതലമുറ രാഷ്ട്രസേവനങ്ങളിൽ നിന്ന് മാറി നിൽക്കരുതെന്നും ജീവിത മൂല്യങ്ങളാണ് യഥാർത്ഥ സമ്പത്തെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മാവേലിക്കര സൈനിക് സ്കൂളും ആറന്മുളയിലെ സുഗതോത്സവം സമാപന സമ്മേളനവും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് ഉയർത്തി പ്രതിപക്ഷം. PPE കിറ്റ് സംബന്ധിച്ച CAG പരാമർശത്തിലും രൂക്ഷ വിമർശനം. പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് ഭാഗികം. ഇന്ത്യ ഇംഗ്ലണ്ട് T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ഒഡീഷയെ നേരിടും. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. വാർത്തകൾ വിശദമായി. യുവതലമുറ രാഷ്ട്രസേവനങ്ങളിൽ നിന്ന് മാറി നിൽക്കരുതെന്നും ജീവിത മൂല്യങ്ങളാണ് യഥാർത്ഥ സമ്പത്തെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മാവേലിക്കരയിൽ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അച്ചടക്കവും ആത്മസമർപ്പണവും സാമൂഹിക സേവനവുമാണ് സൈനികന്റെ ജീവിതമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവജനങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. The entire region of Kerala has always been famous for its military history. The war tradition here has been recognized all over the world. I am confident that this Sainik school will introduce our children to military qualities as well as the historical bravery and war art of Kerala. This Sainik school will help in providing a kind of education, skill and values which would ensure the transformation of children in the right mold. ആറന്മുളയിൽ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും രാജ്യരക്ഷാമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രശ്നങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും പ്രതിരോധിക്കുന്നതിൽ സുഗതകുമാരി പകർന്നു തന്ന ആശയങ്ങൾ വളരെ പ്രസക്തമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. മനുഷ്യരാശിയുടെ നന്മയ്ക്കും പരിസ്ഥിതിക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച വ്യക്തിത്വമായിരുന്നു സുഗതകുമാരിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നാളെ രാവിലെ കൊച്ചിയിൽ നിന്നും വാരാണസിയിലേക്ക് മടങ്ങും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യാത്തതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും PC വിഷ്ണുനാഥ് ആണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സർക്കാർ നിഷേധിക്കുന്നതായും 65,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചിരിക്കുന്നതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകളും നിയമസഭയിൽ ഇന്ന് നടന്നു. രമേശ് ചെന്നിത്തല, മാത്യു ടി തോമസ്, NK അക്ബർ, നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. 13 സബ്മിഷനുകളും ഇന്ന് സഭയുടെ പരിഗണനയിൽ വന്നു. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശവുമായി പ്രതിപക്ഷം. ആരോപണത്തിൽ മുഖ്യമന്ത്രി മൌനം പാലിക്കുകയാണെന്നും ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഒയാസിസ് എന്ന കമ്പനിക്ക് അനുമതി നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. പഞ്ചായത്തോ ജല അതോറിറ്റിയോ അറിയാതെയാണ് മന്ത്രിസഭായോഗം മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിയമസഭാ മീഡിയ റൂമിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ. ബ്രൂവറി വിഷയം ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് നിയമസഭയിലും ഉന്നയിച്ചു. കോവിഡ് സമയത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് CAG റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ PPE കിറ്റ് വാങ്ങിയതിൽ ഒരു അപാകതയുമില്ലെന്നും ഗുണമേന്മ കൂടി കണക്കിലെടുത്താണ് ഇത് വാങ്ങിയതെന്നും മുൻ ധനമന്ത്രി TM തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു. PPE കിറ്റ് ഇടപാട് CBI അന്വേഷിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് ഭാഗികം. CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൌൺസിലിലെയും കോൺഗ്രസ് അനുകൂല സംഘടനയിലെയും ജീവനക്കാരാണ് പണിമുടക്ക് നടത്തിയത്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പകുതിയിൽ താഴെ ജീവനക്കാർ മാത്രമാണ് ഹാജരായത്. സെക്രട്ടേറിയറ്റിൽ 70% ജീവനക്കാരെത്തി. ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്.
കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തും സമരക്കാരും പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. മൊബൈൽ ഫോൺ പിടിച്ചുവച്ചതിന് വിദ്യാർത്ഥി അധ്യാപകനെതിരെ കയർത്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വിഷയം പരിശോധിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 2025-26 വിപണന സീസണിൽ അസംസ്കൃത ചണത്തിന്റെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. മുൻ വർഷത്തേക്കാൾ 315 രൂപ വർദ്ധിച്ച് ക്വിന്റലിന് 5650 രൂപ താങ്ങുവില നൽകാനാണ് തീരുമാനമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ രാജ്യം കൈവരിച്ച പുരോഗതിയും കേന്ദ്രമന്ത്രിസഭായോഗം അവലോകനം ചെയ്തു. ദൌത്യം മുൻ നിശ്ചയപ്രകാരം 2 വർഷത്തേക്ക് കൂടി തുടരാനാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത കേരള ബറ്റാലിയൻ 5 NCC അണ്ടർ ഓഫീസർ VP തേജയ്ക്ക് രക്ഷാമന്ത്രി പഥക്. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പുരസ്കാരം സമ്മാനിച്ചു. NCC കേഡറ്റുകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് രക്ഷാമന്ത്രി പഥക്. കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് തേജ. വയനാട്ടിലെ വിവിധ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ നിയമനത്തിൽ സാമ്പത്തിക അഴിമതി നടന്നതായുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. കേരള സഹകരണ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് അനുസരിച്ചായിരിക്കും പരിശോധന നടത്തുക. ബത്തേരിയിലും പൂതാടിയിലും മടക്കിമലയിലുമായി പ്രവർത്തിക്കുന്ന 5 സഹകരണ ബാങ്കുകളിലെ നിയമനം സംബന്ധിച്ചാണ് അഴിമതി ആരോപണം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേ ടണൽ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിൽ കണ്ട് വിലയിരുത്തി. ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. ആനയറയ്ക്കടുത്ത് നെല്ലിക്കുഴിപ്പാലം മുതൽ താഴേക്ക് തകർന്നു കിടക്കുന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാനാണ് 12 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം പഴവങ്ങാടി തോട് സംരക്ഷിക്കാൻ വേലി കെട്ടുന്നതിനായി ജലസേചന വകുപ്പ് 5.54 കോടി രൂപ അനുവദിച്ചിരുന്നു. തോട്ടിൽ മാലിന്യം തള്ളുന്ന ഭാഗങ്ങളിൽ വേലികെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതാണ് പദ്ധതി. അടുത്തിടെ ശുചീകരണ തൊഴിലാളി മുങ്ങിമരിച്ച സാഹചര്യത്തിലാണ് സംരക്ഷണ നടപടികൾ വേഗത്തിലാക്കിയത്. നേരത്തെ കണ്ണമൂല മുതൽ ആക്കുളം വരെയുള്ള ഭാഗത്തിന്റെ പുനർനിർമ്മാണത്തിനും ചെളി നീക്കുന്നതിനുമായി 25 കോടി രൂപ ജലസേചന വകുപ്പ് അനുവദിച്ചിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതി ആഷിഖിനെ മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാനസിക അസ്വസ്ഥതകൾ ഇയാൾ പ്രകടമാക്കിയതിനെ തുടർന്നാണ് നടപടി. 2023 സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത ആൺ പിറന്നോൾ ആണ് മികച്ച ടെലിസീരിയൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7 മണിക്ക് നടക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ഒഡീഷയെ നേരിടും. രാത്രി 7:30 ബംഗളൂരു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 566 പോയിന്റ് നേട്ടത്തിൽ 76,404-ലും നിഫ്റ്റി 130 പോയിന്റ് ഉയർന്ന് 23,155-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. ഗ്രാമിന് 75 രൂപ കൂടി 7,525 രൂപയും പവന് 600 രൂപ വർദ്ധിച്ച് 60,200 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. യുവതലമുറ രാഷ്ട്രസേവനങ്ങളിൽ നിന്ന് മാറി നിൽക്കരുതെന്നും ജീവിത മൂല്യങ്ങളാണ് യഥാർത്ഥ സമ്പത്തെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മാവേലിക്കര സൈനിക് സ്കൂളും ആറന്മുളയിലെ സുഗതോത്സവം സമാപന സമ്മേളനവും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാടുയർത്തി പ്രതിപക്ഷം. PPE കിറ്റ് സംബന്ധിച്ച CAG പരാമർശത്തിലും രൂക്ഷ വിമർശനം. പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് ഭാഗികം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ഒഡീഷയെ നേരിടും. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.